അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ റിസർച്ച് ഡെസ്കിലെ സഫ്വാനും റമീസും ഈ പിക്ക് ആൻഡ് ഷോവൽ തീമിനെ കുറിച്ച് ഇന്നലെ ഒരു ചെറിയൊരു ഒരു ആർട്ടിക്കിൾ അവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റഡി ചെയ്തിരുന്നു. അതായത് പിക്ക് ആൻഡ് ഷോവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീം എന്താണെന്നറിയോ? അതായത് നമ്മൾ നേരിട്ടൊരു ഇൻഡസ്ട്രിയെ നമ്മൾ അതിലെ സ്റ്റോക്സിലെ നോക്കാതെ അതിന് സപ്ലയറായിട്ട് വരുന്ന ഇൻഡസ്ട്രീസിൽ പ്രോഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു തീമാണ്. അതായത് ഇൻഡയറക്ട്ലി ആ ഇൻഡസ്ട്രിയെ പ്ലേ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണം വെച്ചാൽ ഈ 19th സെഞ്ച്വറിയിലൊക്കെ അമേരിക്കയിൽ ഒരു ഗോൾഡ് റഷ് ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയുടെ ഭൂമിയുടെ അടിയിൽ ഗോൾഡ് ഉണ്ട്, ചെന്ന് ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് കിട്ടുന്നു കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാവരും ഈ ഗോൾഡ് ഡിഗ് ചെയ്യാനായിട്ട് പോയ ഒരു കഥയുണ്ട്. അത് ശരിക്കും നടന്നതുമാണ്. അതായത് അതിലേക്ക് പോയി ഗോൾഡ് അവസാനം ഡിഗ് ചെയ്ത് വന്നപ്പം അത്രയ്ക്ക് ഗോൾഡൊന്നും ആർക്കും കിട്ടിയില്ല. ബട്ട് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഈ ഷവൽസും പിക്കാക്സും ഒക്കെ വിറ്റ കമ്പനിയായിരുന്നു. അവരുടെ സ്റ്റോക്സ് ആണ് നന്നായിട്ട് കയറിയതെന്ന് നമ്മളിങ്ങനെ ലിറ്ററലി നമ്മളൊരു ഫിലോസഫിക്കലായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ കൂടെ ഉയർന്നു വന്ന ഒരു കമ്പനിയാണ് ലിവൈ സ്ട്രോസ്. നമ്മൾ ആ ജീൻസ് ഈ മൈനിങ്ങിനും അല്ലെങ്കിൽ ഈ ഗോൾഡ് ഡിഗിങ്ങിനും ഒക്കെ യൂസ് ചെയ്താണ് അങ്ങനെ പൊങ്ങി വന്നത്. അതാണ് പിക്ക് ആൻഡ് ഷവൽ തീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡിൽ നിന്നായിരിക്കില്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പിക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാഗൺസ് അല്ലെങ്കിൽ ജീൻസ് അല്ലെങ്കിൽ അറ്റയേഴ്സ് ഇങ്ങനത്തെ കാര്യത്തിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിക്ക് ആൻഡ് ഷവൽ തീം എന്ന് പറയുന്നത്. അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ സഫ്വാനും റമീസും നടത്തിയൊരു സ്റ്റഡിയിൽ, അതായത് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് 15,000 ATMs ഓൾ അറൗണ്ട് ഇന്ത്യ അവർക്കുണ്ട്. അതിൽ എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ഈ ബാങ്കുകൾ ATMs എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നറിയോ? അവർ ഇതൊരു തേർഡ് പാർട്ടിക്ക് ഔട്ട്സോഴ്സ് ലീസ് ചെയ്യണം, തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ജോലി എന്താണ്? അതിനൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ ലീസിങ് ചെയ്യുക, അതിൻ്റെ മെഷീൻസ് പ്രൊക്യൂർ ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, അതിനകത്തുനിന്ന് അതിൻ്റെ ഡെയിലി ഓപ്പറേഷൻസ് ചെയ്യുക, പിന്നെ അതിൻ്റെ ക്യാഷ് മാനേജ്മെൻറ്റ്, നെറ്റ്വർക്ക് കണക്ടിവിറ്റി, ഇതെല്ലാം ഒരു തേർഡ് പാർട്ടി ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബാങ്ക് എന്താ ചെയ്യുന്നത്? അവരെ ലേബൽ കൊണ്ടൊന്ന് ഒട്ടിക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അവരുടെ ഇപ്പോൾ ആക്സസ് ആണെങ്കിൽ ആക്സസ്, അല്ലെങ്കിൽ HDFC ബാങ്ക് ആണെങ്കിൽ HDFC ബാങ്ക്. ഇങ്ങനെയാണ് അതിനകത്ത് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്തത്. നമ്മൾ അതിനെ പറയണമെന്നറിയോ? ബ്രൗൺ ലേബൽ ATMs എന്നാണ്. ബ്രൗൺ ലേബൽ ATM, അതായത് വേറെ ആരെയോ ഓപ്പറേറ്റ് ചെയ്യുന്ന ATMൽ നമ്മൾ നമ്മുടെ ലേബൽ കൊണ്ട് ഒട്ടിച്ച് ഇങ്ങനെയാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിൽ ഈ 15,000 ATMs ഉള്ളതിൽ 3,500 തൊട്ട് 4,000 വരെ അവർക്ക് മാനേജ് ചെയ്തത് AGS ട്രാൻസാക്ഷൻ ടെക്നോളജീസ് എന്നൊരു കമ്പനിയാണ്. ഈ AGS ട്രാൻസാക്ഷൻ ടെക്നോളജീസ് ഈ അടുത്ത കാലത്ത് അവർക്ക് കുറച്ച് പ്രോബ്ലംസ് വന്നു. അപ്പോൾ ആക്സിസ് ബാങ്ക് അവരായിട്ടുള്ള ഒരു അസോസിയേഷൻ നിർത്തിയിട്ട് ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരിക്കലും ഈ AGS എന്ന് പറയുന്ന കമ്പനി 75,000 ATMs ക്യാഷ് റീസൈക്കിളേഴ്സും, അങ്ങനെയാണ് പറയുന്നത്. ATMs ആൻഡ് ക്യാഷ് റീസൈക്കിളേഴ്സ്, ക്യാഷും കൂടെ റീസൈക്കിൾ ചെയ്യണ മെഷീനാണ് ഒരു ATM എന്ന് പറയുന്നത്. ആ 75,000 ATMs മാനേജ് ചെയ്യുന്ന കമ്പനി ഇപ്പോൾ ഏതാണ്ട് 30,000 ATMs മാനേജ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. ആ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പേ ഈ AGSന്റെ റവന്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 2024 1470 കോടിയായിരുന്നു. ഇപ്പോൾ ഈ 9 മാസം കൊണ്ട് 24-25 ഒരു 9 മാസം കൊണ്ട് 900 crores റവന്യൂ ആണ് അവർക്ക് വന്നേക്കുന്നത്. ഇവർക്കൊരു ഡ്യൂസിൻ്റെ ഡിഫോൾട്ടുണ്ട് 720 കോടിയുടെ. ഈ ഡിഫോൾട്ട് കാരണം അതിൻ്റെ പേയ്മെൻറ്റ്സ്, അതായത് പേയ്മെൻറ്റ് ഓബ്ലിഗേഷൻ്റെ ഇത് കുറഞ്ഞു എന്ന് ക്രെഡിറ്റ് ഏജൻസീസിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻസോൾവൻസിയിലേക്ക് ഇത് പോകണം എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ ഓലയെക്കുറിച്ച് പറഞ്ഞല്ലോ, അതേപോലെ ഇൻസോൾവൻസിയിലേക്ക് പോകണം എന്നുള്ളതാണ്. ഒരു കാര്യം സത്യം തന്നെയാണ്, AGS ട്രാൻസാക്ട് ടെക്നോളജീസിൻ്റെ ഫിനാൻഷ്യൽസിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ പോലെ ആക്സിസ് ബാങ്ക് അവരുടെ ഏതാണ്ട് ഒരു 3,500 തൊട്ട് 4,000 ATMs അവരിൽ നിന്നും മാറ്റാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ പിക്ക് ആൻഡ് ഷോവലിൻ്റെ രസം എന്താണെന്നറിയോ? ഇത് ഇൻവെസ്റ്ററിനോട് പ്രത്യേകം നമ്മൾ പറയുന്നത് വെച്ചാൽ ഇതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് നിങ്ങൾ എടുക്കുകയും ചെയ്ത് ഇതൊരു സോളിസിറ്റിങ്ങും അല്ല, ഇതൊരു റെക്കമെൻഡേഷനും അല്ല, ഇതൊരു അഡ്വൈസും അല്ല. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കണ്ടോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് റിസർച്ച് അനലിസ്റ്റിനെ കണ്ടോ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ. ഇത് ഞങ്ങൾ ജസ്റ്റ് അക്കാഡമിക് പർപ്പസിന് വേണ്ടി പറയുകയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയ ഒരു സ്റ്റഡി അനുസരിച്ച് സഫ്വാനും റമീസും പറയുന്നത് വെച്ചാൽ ഇത് ഇവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി തന്നെ ഈ നമ്മൾ പറയുന്നത് ബ്രൗൺ ലേബൽ ATM എന്നാണല്ലോ. ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? ആക്സിസ് ബാങ്ക് ഈ AGS ആയിട്ടുള്ള ഒരു കരാറ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി? ഒരു സ്മോൾ ക്യാപ് കമ്പനിയായ CMS ഇൻഫോസിസ്റ്റം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഈ CMS ഇൻഫോസിസ്റ്റം ഇതേ പരിപാടി തന്നെയാണ് ചെയ്യണേ. അവരുടെ 60% റവന്യൂവും ഈ ATM മാനേജ്മെൻറ്റിൽ കൂടിയാണ്. ബാക്കി 40% മാനേജ് സർവീസസും ടെക്നോളജി സർവീസസിൽ കൂടെയാണ് അവർ ഏൺ ചെയ്യുന്നത്. അവരാണെങ്കിലോ ഇപ്പോൾ ഏതാണ്ട് 72,000 ATMs റീസൈക്കിളേഴ്സും മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവർ. റൈറ്റ്, അവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 7,000 കോടി, 7,100 7,200 കോടിക്ക് അടുത്തെങ്ങാണ്ടാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് വരാനുള്ള സാധ്യത.
ഏതാണ്ട് 441 ആണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അതിൻ്റെ പി 20% താഴെ, 20 താഴെ, ഒരു 19 പിയിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ക്യാപിറ്റൽ എംപ്ലോയിഡും ഉള്ള കമ്പനിയാണ്. അതായത് ക്ലീൻലി മാനേജ്ഡ് കമ്പനിയാണ്. അത് മാത്രമല്ല അതിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നെ 365 കോടിയുണ്ട്. മനസ്സിലായി? ഇതിൻ്റെ ഹൈ ഏതാണ്ട് 616 രൂപയും ലോ ഏതാണ്ട് 375 രൂപയും പോയിട്ടുണ്ട്. ഈ CMS ഇൻഫോ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനി 2024 2265 കോടിയുടെ റവന്യൂ ആണ് അത് നേടിയിരിക്കുന്നത്. രണ്ടാമത് ഈ 9 മാസം കൊണ്ട് അതെ 9 മാസം എന്നല്ല, അതിന് കമ്പനി പ്രൊജക്റ്റ് ചെയ്യണം എത്രയെന്നറിയോ? ഈ കൊല്ലം 2025 അവസാനിക്കുമ്പോൾ 2600 കോടി ടേൺ ഓവർ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എക്സ്പെക്ടേഷൻ. അപ്പോൾ സഫ്വാനും റമീസിൻ്റെയും ഒരു സ്റ്റഡി എന്താ പറയണതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പിക്ക് ആൻഡ് ഷോവൽ ടീമുണ്ട്. അതായത് വൺ മാൻസ് ലോസസ് അനദർ മാൻസ് ഗെയിൻ. അപ്പോൾ ഈ മറ്റേ കമ്പനിയുടെ ഈ AGS ട്രാൻസാക്ട് ടെക്നോളജീസിൻ്റെ ആ ഒരു പ്രോബ്ലം എവിടെയായിരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ബാങ്ക് അഡ്രസ്സ് ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏത് കമ്പനിക്കായിരിക്കും അത് ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് CMS ഇൻഫോ സിസ്റ്റം നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് കൺസിഡർ ചെയ്യരുത്, എന്നാലും വളരെ ക്ലീൻലി മാനേജ്ഡ് ഒരു കമ്പനിയാണ്, അവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ടോപ്പിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. റമീസിനും ഈ പറഞ്ഞ പോലെ സഫ്വാനും നന്ദി. അതൊരു നല്ലൊരു സ്റ്റഡി ആയിട്ട് തന്നെ ഞാൻ കണക്കാക്കപ്പെടുന്നു.